വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസമുണരേണ്ട വർഷം. വിശ്വാസമെന്നൊരു തീക്കനൽ നമ്മൾ ഊതിയുണർത്തേണ്ട വർഷം. വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസിയുണരേണ്ട വർഷം. വിശ്വാസമെന്ന വിളക്കു കൊളുത്തി നാം പീഠത്തിന്മേൽ വച്ചിടേണം. വിശ്വാസമെന്ന വിളക്കു കൊളുത്തി നാം പീഠത്തിന്മേൽ വച്ചിടേണം. വിശ്വാസമെന്ന മഹാദാനം നമ്മൾ അഭിമാനമോടെ കാക്കേണം. വിശ്വാസമെന്ന മഹാദാനം നമ്മൾ അഭിമാനമോടെ കാക്കേണം. വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസിയുണരേണ്ട വർഷം. വിശ്വാസമെന്നൊരു തീക്കനൽ നമ്മൾ ഊതിയുണർത്തേണ്ട വർഷം. ആത്മരക്ഷ ലക്ഷ്യമാക്കി നവീകരണ ധ്യാനത്തിലൂടെ സഭാസമൂഹത്തിന് ഏറെ സംഭാവനകൾ നൽകിയ NRC ധ്യാന കേന്ദ്രം മോൺസിഞ്ഞോർ CJ വർക്കിയച്ചനാൽ സ്ഥാപിതമായ ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ വിശ്വാസവർഷത്തിൽ ഇടവക തോറും നടത്തപ്പെട്ട വിശ്വാസസന്ധ്യകളുടെ സമാപന സംഗമവേദിയായ ക്രേദോയിൽ എത്തി നിൽക്കുമ്പോൾ ദൈവം നയിച്ച വഴികളെക്കുറിച്ച് ഇവർ ഓർക്കുന്നു. ഈ വിശ്വാസ വർഷത്തിൽ ദൈവജനത്തെ ദൈവോന്മുഖമായ ജീവിതത്തിലേക്ക് നയിക്കുവാൻ എന്ത് ചെയ്യണം എന്നൊരു ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ചിന്തയിലും പ്രാർത്ഥനയിലായിരുന്നപ്പോൾ NRC ടീമങ്ങൾ ഒരുമിച്ച് ചേർന്നിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ നല്ലൊരു പ്രചോദനമായിരുന്നു വിശ്വാസ സന്ധ്യ എന്ന പേരിൽ ഓരോ ഇടവകയിലേക്കും ഇറങ്ങി ചെല്ലുക, ദൈവജനത്തിന് വിശ്വാസത്തിൽ വളർച്ചയുണ്ടാകുവാൻ വിവിധ ശുശ്രൂഷകൾ ചെയ്യുക എന്നുള്ളത്. പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ വിശ്വാസവർഷം പ്രഖ്യാപിച്ചപ്പോൾ വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന തൻ്റെ അപ്പസ്തോല എഴുത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: മാമോദീസായിലൂടെ ആരംഭിച്ച് മരണത്തോടെ നിത്യജീവിതത്തിൽ അവസാനിക്കുന്ന ഒരു യാത്രയിലൂടെയാണ് ഓരോ ക്രൈസ്തവനും നടന്നു നീങ്ങുന്നത്. അത് ഈ വിശ്വാസ വർഷം 2013 നവംബർ മാസം 24-ാം തീയതി അതിൻ്റെ സമാപന ദിനം കുറിക്കുകയാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസ വർഷം അല്ലെങ്കിൽ വിശ്വാസ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുകയല്ല. പരിശുദ്ധ പിതാവ് പറയുന്നത് പോലെ ഒരു ജീവിത യാത്രയിലാണ് നമ്മൾ. വിശ്വാസത്തിൽ വീണ്ടും വളരുവാനും വിശ്വാസം ഒന്ന് ആഘോഷിക്കുവാൻ, വിശ്വാസം പങ്കുവയ്ക്കുവാൻ, വിശ്വാസം ജീവിക്കുവാൻ നമുക്ക് ലഭിച്ച നല്ലൊരവസരം. ഇത് അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ ഒരു വേദിയായിരുന്നു വിശ്വാസ സന്ധ്യ എന്ന പേരിൽ NRC ടീമങ്ങൾ ചെയ്തിരുന്ന ഓരോ ഇടവകയിലേക്കും കടന്നു ചെയ്ത ഓരോ ശുശ്രൂഷയും. ഒരിടവകയിൽ വിശ്വാസസന്ധ്യ കഴിഞ്ഞ് അടുത്ത ഇടവകയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരുമിച്ച് ടീമങ്ങളായി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്തിൽ നിറഞ്ഞ ഇടവകയിലേക്ക് കടന്നു ചെന്നപ്പോൾ വേദനിക്കുന്ന മക്കളുടെ വേദനകൾ ഏറ്റുവാങ്ങുവാൻ നല്ലൊരവസരം. തീർച്ചയായിട്ടും ദൈവം ഒരുക്കിയ നല്ലൊരു വേദിയായിട്ട് ഈ വിശ്വാസസന്ധ്യയെ ഞങ്ങൾ കാണുകയാണ്. ഈ ക്രേദോ 2013 ദൈവം നൽകിയ നന്മകളെല്ലാം ഓർക്കുവാൻ, അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ സാധിക്കട്ടെ. അതിന് കൂടുതൽ വളർച്ചയുണ്ടാകുവാൻ ഇനിയും ക്രേദോ 2013 ഈ വചന സന്ദേശം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്. അവരെക്കുറിച്ച് സാധാരണ പറയുന്നത് അവരാരംഭശൂരന്മാരെന്നാണ്. എല്ലാ കാര്യങ്ങളും ആരംഭിക്കും, പക്ഷേ കുറേ കഴിയുമ്പോൾ അതെല്ലാം ഇട്ടെറിഞ്ഞ് പോകുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ വിശ്വാസ വർഷം അങ്ങനെയാകാൻ പാടില്ല. ഈ വിശ്വാസ വർഷം നവംബർ 24-ാം തീയതി കൊണ്ട് അവസാനിക്കേണ്ടതല്ല. ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വിടുന്നതുവരെ വിശ്വാസത്തിൽ വളരേണ്ടവരാണ് നമ്മളെന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക.
അമ്മയുടെ ഗർഭത്തിൽ നമ്മളെല്ലാവരും രൂപം പ്രാപിക്കുന്നത് മുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസത്തിൽ വളരുക എന്നുള്ള ആരംഭം കുറിക്കുകയാണ് ചെയ്യുന്നത്. അതവസാനിക്കുന്നത് അവസാന ശ്വാസം വിടുന്നത് വരെയാണ്. അതുവരെ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ശക്തിപ്പെടുത്തുവാനായിട്ട് കഴിയണം. അങ്ങനെ നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ യേശുവിന് സാക്ഷികളായിട്ട് മാറുകയാണ് ചെയ്യേണ്ടത്. വിശ്വാസത്തിൻ്റെ വാതിൽ എന്നുള്ള പരിശുദ്ധ പിതാവിൻ്റെ ഔദ്യോഗികമായ പ്രബോധന രേഖയെക്കുറിച്ചും അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ വെളിച്ചമെന്നുള്ള ചാക്രിക ലേഖനത്തെക്കുറിച്ചും പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം എപ്രകാരം നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ കഴിയും എന്നതിനെക്കുറിച്ചായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടത്. കുറേ താത്വികമായ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് പ്രായോഗികമായിട്ട് നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ക്രൈസ്തവരായി നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ യേശുവിനെ എങ്ങനെയാണ് കാണിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുന്നത്. മാർത്തോമാ ശ്ലീഹ ഈ ഭാരതത്തിലേക്ക് വന്നത് യേശുവിൻ്റെ സദ്വാർത്ത മറ്റുള്ളവരെ അറിയിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ 21-ാം നൂറ്റാണ്ടിലൂടെ ജീവിക്കുന്ന നമ്മൾക്ക്, നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികൾക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരിലൂടെയാണ്. ആദർശ ധീരതയും ആത്മാർത്ഥതയുമുള്ള ക്രൈസ്തവ സമൂഹങ്ങളായിട്ട് വേണം നമ്മൾ ഓരോരുത്തരും വളർന്നു വരേണ്ടത്. നമ്മളിലൂടെയാണ് മറ്റുള്ളവർ യേശുവിനെ മനസ്സിലാക്കുകയും യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്യേണ്ടത്. വിശുദ്ധനായ 10-ാം പീയൂസ് മാർപ്പാപ്പ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സമീപത്തുണ്ടായിരുന്ന ഏതാനും കർദിനാളന്മാരോട് വളരെ അപ്രതീക്ഷിതമായിട്ടൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം അവരോട് ചോദിച്ചത് മറ്റൊന്നുമായിരുന്നില്ല, നമ്മുടെ സമുദായത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, കത്തോലിക്ക സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്കെന്ത് ചെയ്യുവാൻ കഴിയുമെന്നായിരുന്നു ചോദിച്ചത്. വളരെ അപ്രതീക്ഷിതമായിട്ട് ചോദിച്ചതുകൊണ്ട് പെട്ടെന്ന് കർദിനാളന്മാർക്ക് മറുപടി പറയുവാൻ സാധിച്ചില്ല. അവർ അല്പമൊന്ന് ആലോചിച്ചിട്ട് ഓരോരുത്തരായിട്ട് മറുപടി പറയുവാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു, പരിശുദ്ധ പിതാവേ, എനിക്ക് തോന്നുന്നത് നമ്മുടെ സമുദായത്തെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് നല്ല വിദ്യാലയങ്ങൾ പണിതുയർത്തുക എന്നുള്ളതാണ്. മൂല്യബോധം നഷ്ടപ്പെട്ടു പോയ ഒരു തലമുറയാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല മൂല്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടേതായ വിദ്യാലയങ്ങൾ ആവശ്യമാണ്. നമ്മുടെ അധ്യാപകർ അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല മൂല്യബോധം പകർന്നു കൊടുക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന തലമുറ കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുന്ന തലമുറയായിരിക്കും. അതിലൂടെയാണ് നമ്മുടെ സമുദായത്തെ നമുക്ക് രക്ഷിക്കുവാൻ കഴിയുന്നത് എന്ന് മറ്റൊരു കർദിനാൾ പറഞ്ഞ മറുപടി, നമുക്ക് ധാരാളം ഇടവക ദേവാലയങ്ങൾ പണിതുയർത്തണം എന്നുള്ളതാണ്. ഇന്ന് പലയിടത്തായിട്ട് ചിതറിക്കിടക്കുന്ന വിശ്വാസികൾക്ക് ഒരുമിച്ച് കൂടുവാനും കൂദാശയിൽ പങ്കെടുക്കുവാനുമുള്ള അവസരങ്ങൾ വിരളമാണ്. അതുകൊണ്ട് വിശ്വാസികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ദേവാലയങ്ങൾ പണിതുയർത്തുകയും അവരെയൊക്കെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു കഴിയുമ്പോൾ വിശ്വാസത്തിൽ ശക്തിപ്പെടും. അപ്പോൾ ഒരു തലമുറ രക്ഷപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് മൂന്നാമത്തെ കർദിനാൾ പറഞ്ഞ മറുപടി മറ്റൊന്നായിരുന്നു. അദ്ദേഹം പറയുന്നത്, എല്ലാ രൂപതകളിലും സെമിനാരികൾ സ്ഥാപിക്കണം. നല്ല വൈദികരുടെ അഭാവം ഇന്ന് സമുദായത്തിൽ വളരെയേറെയുണ്ട്. സെമിനാരികൾ സ്ഥാപിക്കുകയും നല്ല ദൈവവിളികൾ വളർത്തിക്കൊണ്ടുവരികയും വിശുദ്ധരായ വൈദികർ ആ സെമിനാരിയിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യുമ്പോൾ, അവരിലൂടെ വിശ്വാസത്തിലേക്ക് വളർന്നു വരുമ്പോൾ നമ്മുടെ സമുദായം രക്ഷപ്പെടും എന്ന് പറഞ്ഞു. പരിശുദ്ധ പിതാവ് 10-ാം പീയൂസ് മാർപ്പാപ്പായ്ക്ക് ഈ മറുപടികളൊന്നും അത്ര തൃപ്തികരമായിട്ട് തോന്നിയില്ല. അദ്ദേഹം പറഞ്ഞു, പിതാക്കന്മാരെ, നിങ്ങൾ പറഞ്ഞ മറുപടികളെല്ലാം ശരിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്ന അഭിപ്രായം, നമ്മുടെ സമുദായത്തെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ഇടവകയിലും പ്രാർത്ഥനാ നിരതരും പ്രബുദ്ധരും സേവന സന്നദ്ധരും സർവോപരി യഥാർത്ഥ പ്രേക്ഷിതരുമായ ഒരു ചെറിയ ഗണം ആത്മായരുണ്ടാകുക എന്നുള്ളതാണ്. ഈ ആത്മായ സഹോദരങ്ങളിലൂടെ മാത്രമേ യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. അതിലൂടെ മാത്രമേ നമ്മുടെ സമുദായത്തെ നമുക്ക് രക്ഷപ്പെടുത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. അതിന് വേണ്ടത് ഓരോ ഇടവകയിലും പ്രാർത്ഥനാ നിരതരും പ്രബുദ്ധരും
സേവന സന്നദ്ധരും യഥാർത്ഥ പ്രേക്ഷിതരുമായ ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കണം എന്നുള്ളത്. ഈ വിശ്വാസ പ്രഘോഷണ റാലി എന്ന് പറയുന്നത് വിശ്വാസ വർഷം ആചരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകേണ്ട ചിന്താഗതി ഇതായിരിക്കണം. ഇത് വെറും ഒരു ആഘോഷമായിട്ട് നമ്മൾ മാറ്റിയെടുക്കാതെ ഏതെങ്കിലും ഒരു സെമിനാറിൽ പോയി എന്തൊക്കെ നമ്മൾ കേട്ടുവെന്നതിനേക്കാൾ ഉപരിയായിട്ട് ഓരോ ഇടവക സമൂഹത്തെയും ഇതുപോലെ വാർത്തെടുക്കുവാൻ കഴിയുന്ന വ്യക്തികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. നമ്മുടെ ഇടവകയിൽ യഥാർത്ഥ പ്രേക്ഷിതരായിട്ട് നമുക്ക് മാറുവാൻ കഴിയുമ്പോൾ നമ്മൾ അതിലൂടെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നത് വലിയൊരു ചൈതന്യമായിരിക്കും, വലിയൊരു വിശ്വാസത്തിൻ്റെ പ്രകടനമായിരിക്കും. ഈ ഒരു വിശ്വാസത്തിലേക്കാണ് നമ്മളെ എല്ലാവരെയും പരിശുദ്ധ പിതാക്കന്മാർ പ്രത്യേകമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിൽ വളരുക, ആ വിശ്വാസത്തിൽ ആഴപ്പെടുക, വിശ്വാസത്തിന് സാക്ഷികളായിട്ട് മാറുക എന്നുള്ളത്. വേദപുസ്തകത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നത് എപ്രകാരമാണ് വിശ്വാസത്തിൻ്റെ ചരിത്രത്തിലൂടെ നമ്മളൊക്കെ വളർന്നു വന്നത് എന്നുള്ളത്. അബ്രാഹത്തിലൂടെ, വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിലൂടെ രൂപപ്പെടുന്ന ഒരു സമൂഹം, ആ സമൂഹം ഒരുപാട് കഷ്ടപ്പാടും വേദനകളുമൊക്കെ അനുഭവിച്ച് പുറപ്പാടിൻ്റെ വഴിയിലൂടെ കടന്നുപോയി തേനും പാലുമൊഴുകുന്ന കാനാൻ ദേശത്തേക്ക് കടന്നു വരികയും അങ്ങനെ സമൃദ്ധിയിലൂടെ ജീവിക്കുകയും ഒക്കെ ചെയ്യുകയും തെറ്റുകളിലും കുറ്റങ്ങളിലുമൊക്കെ വീണ്ടും രക്ഷകൻ കടന്നു വന്നുകൊണ്ട് ശരിയായ പാതയിലൂടെ അവിടെ നയിക്കുകയുമൊക്കെ ചെയ്യുന്ന ചരിത്രം, ഇതാണ് രക്ഷാകര ചരിത്രമെന്ന് പറയുന്നത്. ഈ വിശ്വാസത്തിൻ്റെ ആഴമായ ചരിത്ര അവബോധം ക്രൈസ്തവരായി നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ പ്രഘോഷിക്കുവാനായിട്ട് കഴിയുന്നത്. ഇങ്ങനെ ഒരു ചൈതന്യത്തിലേക്കായിരിക്കണം നമ്മൾ ഓരോരുത്തരും കടന്നു വരേണ്ടത്. എവിടെ നോക്കിയാലും ഈശ്വര ചൈതന്യം തുടിച്ചു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ പ്രപഞ്ചത്തിലേക്ക് എവിടെ നോക്കിയാലും അവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യമാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്കായിരിക്കണം നമ്മൾ കടന്നു വരേണ്ടത്. ഒരു വിശ്വാസത്തിൻ്റെ തലമുറ എന്ന് പറയുന്നത്, വിശ്വാസി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന വ്യക്തിയാണ്. എവിടെയും ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് കഴിയണം. എവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്തത്? എവിടെയും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ ചരിക്കുന്നവരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറുവാനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു. ഈ വിശ്വാസ പ്രഘോഷണ റാലിയിലൂടെ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരേണ്ട ചിന്തയും ഇത് തന്നെയാണ്. ദൈവം എപ്രകാരം നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ചുയർത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ കുടുംബത്തെ എത്രമാത്രം ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കുടുംബത്തിലുണ്ടാകും, തീരാ രോഗികളുണ്ടാകും, പല കാര്യങ്ങളും വേണ്ടതുപോലെ നടക്കുന്നില്ല, കൃഷികളെല്ലാം പരാജയപ്പെട്ടു പോകുന്നു, നമ്മൾ ആകെ നിരാശരായി തീരാറുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം മധ്യത്തിലും ഒരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത്. ദൈവം നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ അവിടെ നമ്മളെ എല്ലാവരെയും നേർവഴിക്ക് കൈപിടിച്ച് നടത്തിക്കൊള്ളും. ആ ഒരു ബോധ്യത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയേണ്ടത്. ലത്തീൻ ഭാഷയിൽ പറയുന്ന ഒരു ആപ്തവാക്യമുണ്ട്, നേമോ ദാത്ത് കോത് നോൺ ഹാബത്ത് എന്ന് പറയും. എനിക്കില്ലാത്തത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുവാൻ കഴിയുകയില്ല. വിശ്വാസം മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിൽ വളരുക എന്നുള്ളതാണ്. എനിക്കുള്ള വിശ്വാസം മാത്രമേ എനിക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. പാഠപുസ്തകത്തിലൂടെ വായിച്ചു കേട്ടതല്ല, ഏതെങ്കിലും പ്രസംഗത്തിലൂടെ കേട്ടതല്ല, എൻ്റെ ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ വിശ്വാസമായിരിക്കണം എനിക്കെൻ്റെ സഹോദരങ്ങൾക്ക് പങ്കുവെച്ച് കൊടുക്കുവാനായിട്ട് ഉണ്ടാകേണ്ടത്. അപ്പോൾ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലാണ് ഒരു മാറ്റം ആവശ്യമായിരിക്കുന്നത്. ഞാനൊരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു സൂഫി സന്യാസി തൻ്റെ സന്യാസ ജീവിതമെല്ലാം പൂർത്തിയായി കഴിഞ്ഞ് വളരെ ആവേശത്തോടുകൂടി ജനമധ്യത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ നേരത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കുറേ വർഷം ഞാൻ സന്യാസ ജീവിതത്തിലൂടെ എന്നെ തന്നെ മെരുക്കിയെടുത്തതാണ്. ഇനി ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവമേ, എനിക്കൊരു പ്രാർത്ഥന മാത്രമേയുള്ളൂ, ഈ ലോകത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്തുവാനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ എന്ന്. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ ഈ സൂഫി സന്യാസി ഓടി നടക്കുകയാണ് ചെയ്യുന്നത്.
അദ്ദേഹം വളരെ വർഷങ്ങൾ പിന്നിട്ടു. ഏതാണ്ട് മധ്യവയസ്കനോട് അടുത്ത സമയത്ത് അതുവരെ കടന്നുപോയ വഴികളെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി: ലോകം മുഴുവൻ നന്നാക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല എന്ന്. അപ്പോൾ ആ സൂഫി സന്യാസി വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, ഈ ലോകം മുഴുവൻ നന്നാക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചു, ഞാൻ പരാജയപ്പെട്ടു. ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ: എൻ്റെ ബന്ധുക്കളെയും എൻ്റെ സ്നേഹിതന്മാരെയും ഞാൻ അടുത്ത് പരിചയപ്പെടുന്നവരെയും മാനസാന്തരപ്പെടുത്തുവാനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ എന്ന്. ആ പ്രാർത്ഥനയോടുകൂടി സൂഫി സന്യാസി വീണ്ടും അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളുടെ അടുക്കലേക്കും അദ്ദേഹത്തിന് ഏറെ പരിചയമുള്ള വ്യക്തികളുടെയൊക്കെ അടുക്കലേക്ക് ചെന്ന് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം വർഷങ്ങൾ പലത് പിന്നിട്ട് കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തിയപ്പോൾ ഒരു കാര്യം വീണ്ടും അദ്ദേഹത്തിന് മനസ്സിലായി: തൻ്റെ ബന്ധുമിത്രാദികളെയും തനിക്ക് പരിചയമുള്ളവരെയും ഒന്നും മാനസാന്തരപ്പെടുത്തുവാൻ തന്നെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന്. ആ വാർദ്ധക്യകാലത്ത് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, എനിക്കൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എനിക്ക് എന്നെ തന്നെ മാറ്റുവാനുള്ള, എന്നിൽ തന്നെ ഒരു മാനസാന്തരം ഉണ്ടാകുവാനുള്ള അനുഗ്രഹം തരണമേ എന്ന്. അവിടെയാണ് ആ സൂഫി സന്യാസി യഥാർത്ഥ സന്യാസിയായിട്ട് മാറിയത്. സ്വന്തം ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടായി കഴിയുമ്പോൾ അത് മറ്റുള്ളവർക്കിലേക്ക് പകർന്നു കൊടുക്കുവാൻ ജീവിതത്തിലൂടെ നമുക്ക് സാധിക്കും. അതിന് ഓടി നടക്കേണ്ട ആവശ്യമില്ല, മൈക്ക് കെട്ടി പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിലൂടെ അത് മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യും. ഇതായിരിക്കണം നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ചൈതന്യമെന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ആഴമായ ബോധ്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് കൊടുക്കുന്നതിന് മുൻപായി ആ വിശ്വാസത്തിൽ നമ്മൾക്ക് എത്രമാത്രം വളരുവാൻ കഴിയുന്നുണ്ട് എന്ന് വിലയിരുത്തി നോക്കുക. കുറവുകളുണ്ടാകും, പോരായ്മകളുണ്ടാകും. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ വിശ്വാസ പ്രഘോഷണ റാലിക്കും ഈ വിശ്വാസ വർഷത്തിനുമെല്ലാം അർത്ഥമുണ്ടാകും. നമ്മളെ കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുത്തണമേ എന്ന് നല്ല ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ചുറ്റുപാടും ജീവിക്കുന്ന മറ്റ് മതസ്ഥരായ ആളുകളുടെ ഇടയിലേക്ക് വിശ്വാസത്തിൻ്റെ ദീപശിഖയുമായിട്ട് കടന്നു ചെന്നുകൊണ്ട് അവരെയൊക്കെ വെളിച്ചത്തിൻ്റെ മക്കളാക്കി മാറ്റിയെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാർ തോമാ ശ്ലീഹ എന്തുദ്ദേശത്തോടുകൂടി ഈ ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു വന്നു, അതേ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം മറ്റുള്ളവരുടെ മുൻപിലേക്ക് പകർന്നു കൊടുക്കുവാൻ, സ്നേഹത്തിൽ അധിഷ്ഠിതമായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപയും അനുഗ്രഹവും തന്ന് അനുഗ്രഹിക്കണമേ എന്ന് നല്ല ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചെടുക്കുവാനായിട്ട് പരിശ്രമിക്കാം. നിങ്ങൾക്കൊരിക്കൽ കൂടി ഈ നല്ല ദിവസത്തിൻ്റെ മംഗളങ്ങൾ നേരുകയും വിശ്വാസത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വഴിഞ്ഞൊഴുകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ നമുക്ക് വിശുദ്ധീകരിച്ചെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് നമ്മളെ തന്നെ നമുക്ക് ആത്മീയമായിട്ട് ഒരുക്കി വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചെടുക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസമുണരേണ്ട വർഷം. വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസിയുണരേണ്ട വർഷം. വിശ്വാസമെന്നൊരീ തീക്കനൽ നമ്മൾ ഊതിയുണർത്തേണ്ട വർഷം. വിശ്വാസമെന്നൊരീ തീക്കനൽ നമ്മൾ ഊതിയുണർത്തേണ്ട വർഷം. വിശ്വാസവർഷം വിശ്വാസ